അഗ്നിശമന സേനയുടെ NOC ഇല്ലാതെ സെക്രട്ടേറിയറ്റിന്റെ രണ്ടാം അനക്സ് കെട്ടിടം ഉദ്ഘാടനത്തിന്. കെട്ടിടത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ പെർമനന്റ് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും ആരോപണമുണ്ട്. ഫയർഫോഴ്സിന്റെ NOC ഇല്ലാതെ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്തത് ചൂണ്ടിക്കാട്ടി NOC ഇല്ലാത്ത ഫ്ളാറ്റുകൾക്ക് കോടതിയെ സമീപിക്കാൻ സൗകര്യമൊരുക്കുന്നതിനാണ് തിരക്കിട്ട് ഉദ്ഘാടനമെന്നാണ് ആരോപണം. 2011 ഫെബ്രുവരിയിൽ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ് സെക്രട്ടേറിയറ്റിന്റെ രണ്ടാം അനക്സ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. 39.5 കോടി രൂപ ചെലവിൽ 7 നിലകളുള്ള മന്ദിരത്തിന്റെ നിർമ്മാണമാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 13-ാം തീയതി മന്ദിരം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ്. എന്നാൽ ബഹുനില മന്ദിരങ്ങൾക്ക് അഗ്നിശമന സേന നൽകുന്ന NOC ഇതുവരെയും സെക്രട്ടേറിയറ്റിന്റെ രണ്ടാം അനക്സ് മന്ദിരത്തിന് ലഭിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ പൊതുഭരണ വകുപ്പ് നൽകിയ മറുപടിയിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് ലഭിക്കേണ്ട പെർമനന്റ് ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റോ താൽക്കാലിക ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റോ രണ്ടാം അനക്സിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം ഫയർ ആൻഡ് സേഫ്റ്റി NOC ലഭിക്കാത്ത ഫ്ളാറ്റുകൾക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാൻ സൗകര്യമൊരുക്കുന്നതാണ് പുതിയ നീക്കമെന്ന് ആരോപണമുയർന്നു. സെക്രട്ടേറിയറ്റിന് ഫയർ ആൻഡ് സേഫ്റ്റി NOC ഇല്ലാതെ ഉദ്ഘാടനം നടത്തിയത് മറ്റ് ഫ്ളാറ്റുകൾക്ക് കോടതിയിൽ സഹായമാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഫയർ ആൻഡ് സേഫ്റ്റി ക്ലിയറൻസ് ഇല്ലാത്ത സെക്രട്ടേറിയറ്റ് അനക്സ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ചൂണ്ടിക്കാട്ടി ഫയർ ആൻഡ് സേഫ്റ്റി ക്ലിയറൻസ് ഇല്ലാത്ത നിരവധി ഫ്ളാറ്റുകൾക്ക് കോടതിയെ സമീപിക്കാൻ അരങ്ങൊരുക്കുന്നതാണ് പുതിയ നീക്കമെന്നാണ് ആരോപണം. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.